നിന്നെ ഏതും ചായ വിളിക്കുന്നുണ്ട്, വേഗം ചെല്ല്. ഇങ്ങനെ കൊണ്ട് വല്ലാത്ത ശല്യൂണല്ല. ഇപ്പോഴോ? എന്തിനാന്ന് വല്ലതും പറഞ്ഞോ? എന്തിനാന്നൊന്നും പറഞ്ഞില്ല, നിന്നോട് വേഗം ചെല്ലാൻ പറഞ്ഞു ക്യാബിനിലേക്ക്. എന്തു പറ്റിയോ എന്തോ. സാറിന് ഇഷ്ടമെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്ക് വിളിക്കണേ. ഇഷ്ടം കൂടിപ്പോയെന്താണ് ഇതൊക്കെ? നീ വല്ലതും പറഞ്ഞ? എന്തായാലും വേഗം ചെല്ല്, ടൈം കളയണ്ട. ഞാനൊന്നും പറഞ്ഞില്ല. ആടാ, ഞാൻ ചെന്നേക്കാം, നീ വിട്ടോ. നീ പോകണില്ലേ ക്യാബിനിലോട്ട്? എന്ത് കാര്യത്തിന്? വല്ല വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് വിളിച്ചെങ്കിൽ പോവായിരുന്നു. ഇത് അവിടെ ചെന്നിട്ടും ഒന്നും പറയണല്ലോ. എനിക്ക് പൊന്നണ്ട് കേറി. എനിക്ക് ഇപ്പൊ ഞാൻ ചെന്നില്ലെങ്കിലും ഇവിടുന്ന് പറഞ്ഞൊന്നും വിടാൻ പോണില്ലല്ലോ. പറഞ്ഞു വിടുമെങ്കിൽ അത്രയും നല്ലത്. ഞാനെന്തായാലും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഫെലിക്സ്, എന്നെ തെക്കോട്ടെടുക്കാനുള്ള വലിയാണല്ലോ ഈശ്വര. ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു ക്യാബിനിന്ന് പറഞ്ഞു വിട്ടത്? സാർ, ഞാൻ എപ്പോ തന്നെ ഈശ്വരനോട് പറഞ്ഞായിരുന്നു സാർ വിളിക്കുന്നുണ്ടെന്ന്. എടാ, ഞാൻ വാഷ്റൂം വരെ പോയിട്ട് വരാം. ആരാ? എന്റെ കൈ. സർ, ഇതെന്താ കാണിക്കുന്നത്? എന്റെ കൈ വിട്ട് എനിക്ക് പോകണം. നീ ഇപ്പൊ എവിടെയും പോകണില്ല. ഇതെന്ത് കഷ്ടം. സാർ, എനിക്ക് പോകണം, എനിക്ക് വർക്ക് ഉണ്ട്. ഞാൻ ഒരു തവണ പറഞ്ഞു, നീ ഇപ്പൊ എവിടെയും പോകണില്ല. നിന്നെ കൊണ്ട് പിന്നെ പറയിക്കരുത് കുക്കി. ഞാൻ നേരത്തെ എന്റെ ക്യാബിനോട്ട് വിളിച്ചപ്പോ എന്തുകൊണ്ട് നീ വന്നില്ല? ഞാൻ ഇവിടുത്തെ ജസ്റ്റ് ഒരു എംപ്ലോയി മാത്രമാണ്. അനാവശ്യമായിട്ട് എന്നെ ഇങ്ങനെ ക്യാബിനോട്ട് വിളിക്കേണ്ട കാര്യമില്ല. എപ്പോഴും വല്ല ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ വരും. അനാവശ്യമായിട്ട് എന്നെ ഇങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. എനിക്ക് നീ വേറൊരു എംപ്ലോയി മാത്രമാണോ? കുക്കി, എന്റെ കൈ സർ, പ്ലീസ്. എന്റെ കൈ നല്ല ഉണ്ടെന്നുണ്ട്. കൈ ചുമന്നിട്ടുണ്ട്. സോറി കുക്കി, ഐ ആം റിയലി സോറി കുക്കി. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. സാറത് എന്താ കാണിക്കുന്നേ? എന്റെ കൈ വിട്, എല്ലാരും കാണും. പ്ലീസ് സാറൊന്ന് വിട്ട്. കുക്കി, നീ നിന്റെ കൈ നോക്ക്. എന്തെങ്കിലും ബാമോ ഓയിന്റ്മെന്റോ തേക്കണം. എന്റെ ക്യാബിനുണ്ട്, നീ എന്റെ കൂടെ വാങ്ങുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സാറ് പോയിക്കോ. ഇസാ, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞില്ലേ? എന്നാ സാറ് പോയിക്കോ, ഞാൻ വന്നേക്കാം. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, ഞാൻ വന്നേക്കാം. ഓക്കെ, വിത്തിൻ 5 minutes നീ എന്റെ ക്യാബിനിൽ ഉണ്ടാവണം. ഇങ്ങനെ എന്താണ് നാഗവല്ലിയുടെ കൊച്ചുമോന? നിന്ന് നിപ്പിലൊക്കെയാണ് ക്യാരക്ടർ മാറണത്. ഭ്രാന്ത് പിടിക്കണുണ്ട് എനിക്ക്. മേ ഐ കമിൻ സാർ? ഇതിന്റെ ഉള്ളിൽ ആളില്ലേ? തുറന്നു കയറാം. നന്ന് വിരമിക്കാൻ വേണ്ടി ചെയ്തതല്ല. വേദനിച്ച നിനക്ക് അന്നേരത്തിന്റെ ദേഷ്യത്തിന് എനിക്ക് എന്തോ പൊട്ട ബുദ്ധിക്ക് ഞാൻ ചെയ്തതാ. എന്നോട് ഒരിക്കലും ചെയ്ത. ഐ ആം സോറി. ഞാൻ ഇരിക്കി വേദനിക്കുന്നുണ്ടോ? ഇറ്റ്സ് ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ഒന്നിങ്ങനെ ഞാൻ തേച്ചോളാം. നോ, ഞാൻ തേച്ചോളാം. ഉണ്ടാതിരിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. इश्क है तो है बेइंतहा, तू अगर मांग ले जान दे दूं अभी. എനിക്ക് വർക്ക് ഉണ്ട്, ഞാൻ പോവുക. ഈ കൈവച്ചാണോ നീ വർക്ക് ചെയ്യാൻ പോകുന്നത്? ഇന്നിന് വർക്കൊന്നും ചെയ്യണ്ട, നീ ഇവിടുന്ന് റെസ്റ്റ് എടുത്താൽ മതി.
സാറിനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഞാൻ ഇവിടുത്തെ ജസ്റ്റ് ഒരു എംപ്ലോയി മാത്രമാണ്. ഇവിടെ എല്ലാ എംപ്ലോയിക്കും കൊടുക്കുന്ന പരിഗണന മാത്രം എനിക്ക് തന്നാൽ മതി. അതിന് മേളിലേക്കൊന്നും വേണ്ട, സ്പെഷ്യലായിട്ടൊന്നും വേണ്ട. അതും തന്നെയല്ല, ഇടക്കിടക്ക് ഇനി ക്യാബിനിലോട്ട് വിളിക്കുന്നത് ദൈവത്തെ ഓർത്തൊന്ന് ഒഴിവാക്കണം. എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് എല്ലാവരുടെയും ഒരു അറ്റൻഷൻ സീക്കർ ആവാൻ താല്പര്യമില്ല. പ്ലീസ്, ഇതൊരു അപേക്ഷയായിട്ട് എടുത്താൽ മതി. വേറെ ഒന്നുമില്ലെങ്കിൽ ഞാൻ പോകുക സാർ. ഓ, അപ്പൊ നിനക്കൊരു അറ്റൻഷൻ സീക്കർ ആകാൻ താല്പര്യമില്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി വരുന്നത് എന്താന്ന് വെച്ചാ നീ തന്നെ അനുഭവിച്ചു. എടാ ബ്രേക്കാ, നീ വരുന്നില്ലേ? ഇല്ലടാ, എനിക്ക് കുറച്ചും കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. നീ പോയിട്ട് വാ, അവിടെ അവന്മാരുണ്ടാവുമല്ലോ. കുക്കി എന്താ ഒറ്റയ്ക്ക് ഇവൻ ക്യാൻറ്റീനിലോട്ട് പോയില്ലേ? ഇടക്കിടക്ക് ക്യാബിനിലോട്ട് വിളിക്കുന്നതല്ലേ പ്രശ്നം. ഞാൻ ഇങ്ങോട്ട് വന്നതില് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ദൈവമേ, ഇങ്ങേരത് എന്ത് ഭാവിച്ചാണോ എന്തോ, ആരെങ്കിലും കണ്ടു കാണോ? ഇതിലും ഭേദം ക്യാബിനിലോട്ട് വിളിക്കുന്നതായിരുന്നു. ഫെലിക്സ്, കം ടു മൈ ക്യാബിൻ. സർ, എന്താ വരാൻ പറഞ്ഞേ? ആ, ഫെലിക്സ് വന്നോ? വേറൊന്നുമല്ല, തന്നെ വിളിപ്പിച്ച് തന്നെ ഞാൻ എന്റെ PA പോസ്റ്റിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുവാണ്. സർ, പെട്ടെന്ന് ഇങ്ങനെ അതിന് ഞാനൊന്നും. ഡോൺ വെറി, തന്നെ ഞാൻ PA പോസ്റ്റിൽ നിന്ന് മാത്രമേ ഡിസ്മിസ് ചെയ്തിട്ടുള്ളൂ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എന്താന്ന്? സ്വപ്നമൊന്നുമല്ലല്ലോ അല്ലേ? വാട്ട്? താൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് ഒന്നുമില്ല സർ. ആ, ഈസാനോട് എന്നെ വന്ന് കാണാൻ പറയണം. വർക്ക് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സർ. എടാ ഫെലിക്സ് അല്ലേ അത്? ഇവരെന്താണ് കിളിപോയ പോലെ? പൊട്ട എന്താടാ നിന്റെ കിളി പോയാ? കിളി മാത്രല്ലടാ, എന്റെ എല്ലാം പറഞ്ഞത്. അങ്കനകളിലെ നീണ്ട ചെറിയ കാലത്തിന് ശേഷം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയടാ. PA പോസ്റ്റിന് മാറ്റി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കിട്ടടാ. ശരിക്കും? ആ, ഇന്നപ്പ ചെലവ്. അല്ലടാ, ആരാ പുതിയ ആരാ? എന്തായാലും പുതിയ ഏതോ ഹതഭാഗ്യനായ വ്യക്തിക്ക് നല്ലൊരു 8ന്റെ പണി കിട്ടാൻ പോവാ. ഓ, നീ പറഞ്ഞ സത്യം. ഇനി വരാൻ പോണവരെ ഒരു ഗതികേടെ ചെലവല്ല. ഞാനിവിടെ ഒരു ഉത്സവം തന്നെ നടത്തും. നീ വാ. ആ പിന്നെ നിന്നോട് സാറ് ക്യാബിനോട് ചെല്ലാൻ പറഞ്ഞു. എന്തോ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തോ കാര്യം പറയാനാ. നീ എന്നിട്ട് ക്യാൻറ്റീനിലേക്ക് പോര്. ഇനി എന്താണാവോ വർക്ക് റിലേറ്റഡ് ആയിട്ട്? എന്താ പോയി നോക്കാം. ആടെ ഞാൻ വന്നേക്കാം, നീ നോക്കോ. സാറിനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? യെസ്, വേറൊന്നുമല്ല. താൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇടക്കിടക്ക് ഈ ക്യാബിലോട്ട് ഒളിപ്പിക്കുന്നത് തനിക്കൊരു ബുദ്ധിമുട്ടാണെന്ന്. താനത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഞാനെന്തേ തമാശ പറഞ്ഞതായിട്ട് തോന്നിയോ സാറിന്? ഹേയ്, നെവർ. എന്നാലും ഒന്ന് ഉറപ്പ് വരുത്തണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാല്, എന്റെ കമ്പനിയിൽ ഒരു സ്റ്റാഫ് ഒരു ബുദ്ധിമുട്ട് പറയുമ്പോ നമ്മളത് പരിഹരിച്ചു കൊടുക്കണമല്ലോ. ഞാനൊരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ട്. സാറെന്താ ഉദ്ദേശിച്ചേ? തനിക്ക് ഇടക്കിടക്ക് എന്റെ ക്യാബിനിലേക്ക് വരാനും പറ്റില്ല, എനിക്ക് തന്നെ കാണാതിരിക്കാനും പറ്റില്ല. ഇതിനെല്ലാത്തിനും കൂടി ഞാൻ ആലോചിച്ചിട്ടായി ഒരേ ഒരു വഴിയുള്ളൂ. തന്നെ ഞാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. സോ ഇന്ന് തൊട്ട് എന്റെ PA മിസ്റ്റർ ഇസ്ഹാഖ് ഐസക് ആയിരിക്കും.